ഓക്കെ, കൂലി സിനിമ കണ്ടു. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയാനാണ് ഈ വീഡിയോ. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ, ഓൺലൈനിൽ കുറേ നെഗറ്റീവ് റിവ്യൂസ് ഞാൻ കണ്ടിരുന്നു. അത്രയ്ക്ക് നെഗറ്റീവ് ഒന്നുമില്ല. പടം ഒരു വൺ ടൈം തിയേറ്ററിക്കലിൽ കാണാൻ പറ്റുന്ന വാച്ചിങ് ഫ്ലിക്കൊക്കെ ഈ പടത്തിനുണ്ട്. കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത്ര വലിയ സംഭവമല്ല പടം. മീൻസ് ആ ഒരു കൊടുത്ത ഹൈപ്പിനോ അല്ലെങ്കിൽ പിന്നെ LC ഒന്നും പ്രതീക്ഷ ഒരുത്തനും പോകണ്ട. റോളക്സ് പോയിട്ട് ഒരു തേങ്ങയും വരും വലിയ. അപ്പോൾ LC അല്ല പടം. പിന്നെ ലോക്കേഷ് സ്റ്റാൻഡ് അലോണാന്ന് അറിയിച്ചിരുന്നു. പക്ഷെ കുറച്ച് നേരത്തെ അറിയിക്കണമായിരുന്നു. കുറേ എണ്ണം ഇങ്ങനെ പറഞ്ഞു നടന്നിട്ട് ചർച്ച ഉണ്ടാവും. ഇതൊന്നും കാണാണ്ട് പോയി കണ്ടിട്ടെ. ദെൻ ഇതിൽ മോണിക്ക പിന്നെ ചിക്കിട്ട് 2 പാട്ടുണ്ട്. ചിക്കിട്ട് പിന്നെയും കുഴപ്പമില്ല വിചാരിക്കും. ആ മോണിക്ക ഒരു കാര്യമില്ല ഈ സിനിമയിൽ. ആ പാട്ട് വന്നതിൽ ഒരു കാര്യമില്ല. പൂജേനെ കൊണ്ടുവന്നിട്ട് എനിക്ക് തോന്നി കലാനിധിമാരൻ ഓഡിയോ ലഞ്ച് പറഞ്ഞിരുന്നു പുള്ളി എന്താ പറയുക, മീൻസ് പാൻ ഇന്ത്യ ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും ലൊക്കേഷനോട് ചെയ്യാൻ പറഞ്ഞു. എങ്ങനെങ്കിലുമൊക്കെ പാൻ ഇന്ത്യ തൊടണം. അങ്ങനെ പാൻ ഇന്ത്യ തൊടാൻ വെച്ച സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു കാര്യമില്ലായിരുന്നു ആ സോങ്ങിൽ. ഒരു ഫുൾ നല്ല ഒരു 80-85 പോണ വണ്ടിക്ക് ഒരു പെട്ടെന്ന് ഒരു ബ്രേക്ക് അടിച്ച് നിന്ന പോലെയാണ് തോന്നിയത്. ആൻഡ് സൗബിൻ്റെ ഡാൻസ് ഇസ് ഗുഡ്, ബട്ട് സോങ് എനിക്ക് വർക്കായില്ല. ആൻഡ് ഇതിലെ ആക്ടേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നാഗാർജുന അത്യാവശ്യം നൈസായിരുന്നു. അഭിനയിച്ച എല്ലാവരും വലിയ ആക്ടേഴ്സാണ്. അവരുടെ പെർഫോമൻസുകൾ കുറവ് പറയാനില്ല. എവിടേക്കോ ലൊക്കേഷന് പണിയിൽ എന്തോ പറ്റിയതായിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നെ ഉപേന്ദ്രമായിട്ട് ഒരു ഓറ ഉണ്ട്. +999 ആ ഒരു സാധനം ഉണ്ട് പുള്ളി വരുമ്പോൾ ഒരു ഫണ്ണുണ്ട് കാണാൻ. ആൻഡ് അമീർ ഖാൻ എന്താ പറയുക, റോളക്സ് പോലെ ഒന്നും ആരും വിചാരിക്കേണ്ട. അമീർ ഖാൻ വരുന്ന ഒരു രസമുണ്ട്. ആ സീൻ മൊത്തത്തിൽ കണ്ടിരിക്കും, ഒരു രസമുണ്ട് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ. പക്ഷെ അമീർ ഖാനെ കൊണ്ടുപോകുന്നതിൻ്റെ വാല്യൂ ആയോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. അങ്ങനെ പറയേണ്ടത് നിങ്ങൾ കണ്ടിട്ട് തീരുമാനിക്കും. സൂപ്പർ സ്റ്റാർ പിന്നെ സൂപ്പർ സ്റ്റാർ തന്നെ. പക്ഷേ സത്യം പറയാമല്ലോ, ഈ ജയിലറിൽ നെൽസൺ പണി ഒരു പണ്ടലുണ്ട്. പുള്ളി അധികം ആൾക്കാർ അതിൽ കൈകൊണ്ട് വെട്ടൂല, കൊല്ലൂല, കുത്തൂല, എയറിലൊന്നും അടിച്ചിടൂല. പക്ഷെ ജയിലറിൽ രജനീകാന്തിന് കിട്ടിയൊരു ഓറ ഉണ്ട്. അത് ഈ പടത്തിൽ മിസ്സിങ് ആണ്. ജയിലറിൽ ഇതിൽ വരുന്നവനും പോണവനൊക്കെ കുത്തുണ്ട്, വെട്ടുണ്ട്, എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് രജനീകാന്ത്. പക്ഷേ എന്താ പറയുക, ആ ഒരു ഓറ കിട്ടിയില്ല ജയിലറിൽ കിട്ടിയ. അതുള്ള ഞാൻ പറയാം. പിന്നെ അതിൽ ബാബുരാജ് എന്തിനാ എനിക്ക് മനസ്സിലായില്ല. പുള്ളി വരുന്ന അവിടെ നിൽക്കണ്, ഇങ്ങനെ പോണ്, ഒരുമാതിരി എന്താ പറയുക, ഒരു സൈഡ് ആക്ടർ ചെയ്യേണ്ട റോളൊക്കെ മാതിരി എനിക്ക് ബാബുരാജിൻ്റെ ക്യാരക്ടറിനെ കണ്ടിട്ട് തോന്നി. ഒരു മലയാളീനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ അപമാനിച്ച് വിട്ട എനിക്കെന്തോ വളരെ മോശം. കാരണം ബാബുരാജൊക്കെ അത്യാവശ്യം നല്ല ആക്ടറാണ്. കൊടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു വിലയുള്ള സാധനം കൊടുക്കും. ഇങ്ങനെ ഊള സാധനമൊക്കെ കൊടുത്ത് വിടുക. എനിക്ക് ഭയങ്കരമായിട്ട് ബാബുരാജിൻ്റെ ക്യാരക്ടർ ഇതായിപ്പോയി. ദെൻ അതൊക്കെ തന്നെ പടം തിയേറ്ററിൽ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരും ബസ്പിക്കൊന്നും വേണ്ട, പോയി അങ്ങോട്ട് കാണാം. വൺ ടൈം തിയേറ്ററിൽ ഫ്ലിക്കിങ് ഒക്കെ. ഇനിയിപ്പോൾ ബുക്ക് ചെയ്യാൻ ഐഡിയ ഉള്ളവരടുത്ത് ഞാൻ മറ്റൊരു സജഷൻ പറയാണ്. മിനിമം ഒരു 500 ആൾക്കാർക്ക് മുകളിൽ ഇരുന്ന് കാണാൻ പറ്റുന്ന തിയേറ്ററിൽ ബുക്ക് ചെയ്യുക, എന്നാലും ഒരു രസം ഉണ്ടാവുള്ളൂ. അല്ലാതെ മറ്റേ 500 ആൾക്കാർ ഈ മരിച്ച വീട്ടിലിരിക്കുന്ന നേരത്തെ തിയേറ്ററിലൊന്നും പോയി ഇരുന്ന് കാണരുത്, രസം ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ തന്നെ ഓവർ എക്സ്പെക്റ്റേഷൻ ഒഴിവാക്കുക. ഒന്നാമത് ഞാൻ LC അല്ല എന്ന് പറഞ്ഞല്ലോ. ഓവർ എക്സ്പെക്റ്റേഷൻ ഒഴിവാക്കുക. ഒരു നോർമൽ സിനിമ കാണാൻ പോവുകയാണ്, ഒരു ആക്ഷൻ പടം കാണാൻ. ഒരു വലിയ ഇതൊന്നുമില്ല, വെടിയും പോകുന്നില്ല എന്ന് പ്രതീക്ഷിച്ച് ഓവർ എക്സ്പെക്റ്റേഷൻ ഇട്ട് പോയാൽ മലയാളത്തിൽ പറയാൻ മൂഞ്ചത്തേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നോർമൽ മൈൻഡ് പോവുക, പടം കാണാം, ഇറങ്ങുക, അത്രേ ഉള്ളൂ. സിനിമ ഓക്കെയാണ്, നല്ല അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റും. എനിക്കൊരു വൺ ടൈം നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത വാച്ചായിട്ടാണ് തോന്നി. വലിയ കുറ്റമൊന്നും പറയാനില്ല. സത്യം പറയുകയാണെങ്കിൽ വിക്രമിൽ റോളക്സ് ഇല്ലെങ്കിൽ വിക്രം കണ്ടിറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് എന്ത് ഫീല് കിട്ടിയാനേ ആ ഒരു ഫീലാണ് മൊത്തത്തിൽ ഈ സിനിമ എനിക്ക് തന്നത്. അതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണിത്. ആരും വന്ന് കരയാൻ നിൽക്കണ്ട ഇനി കമൻറ്റ് ബോക്സിൽ. വിക്രമിൻ്റെ അത്രയോ ഒന്നും ഇല്ലേടേ എന്നൊന്നും പറയണ്ട. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. റോളക്സ് വന്നിട്ടില്ലെങ്കിൽ വിക്രം എനിക്ക് എന്ത് ഫീല് തന്നിട്ടുണ്ടാവുമോ അതാണ് ഈ ഒരു കൂലി. ആൻഡ് നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ പറ്റുകയാണെങ്കിൽ ഒരു 2-3 ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നാൽ ശരി.